നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വേറൊരാളുടെ അപ്പീടെ നിറം കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരുമെന്ന്? വെൽക്കം ടു മദർഹുഡ്. അതെ, പുതിയതായിട്ടുള്ള അമ്മമാരെ നിരീക്ഷിക്കുന്ന കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുഞ്ഞിന്റെ അപ്പീടെ നിറം. സാധാരണ നോർമൽ ആയിട്ട് കാണുന്നത് ഇതുപോലെ മസ്റ്റേർഡ് യെല്ലോ കളർ, ഇതിൽ വൈറ്റ് സീഡി ടെക്സ്ചർ ഉണ്ടാവും, ചെറിയ തൈരിന്റെ കട്ട പോലത്തെ ടെക്സ്ചർ ഉണ്ടാവും, ഒരു സെമി ലൂസ് പരുവത്തിലായിരിക്കും. ഇതാണ് നോർമലി ബ്രസ്റ്റ് ഫെഡ് ബേബീസിൽ കാണുന്ന പൂ. ഇതുപോലുള്ള ലൈറ്റ് ഗ്രീനിഷ് പൂപ്പ് കാണുന്നത് ഫാസ്റ്റ് ഫീഡിങ്ങിലും ഇടക്ക് ഫോർമുല ഫെഡ് ആയിട്ടുള്ള ബേബീസിലും മൈൽഡ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും കാണും. ഇങ്ങനെ ബ്രൗൺ ആൻഡ് പേസ്റ്റി കളറിൽ മോഷൻ കാണുന്നത് മോസ്റ്റ്ലി ഫോർമുല ഫെഡ് ആയിട്ടുള്ള ബേബീസിനാണ്. ഈ മൂന്ന് കളറും മോസ്റ്റ്ലി നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹാംലെസ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്ലാക്ക് നിറത്തിലുള്ള മോഷൻ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നോർമലാണ്. അതല്ലാത്തൊരു സമയത്ത് ബ്ലാക്ക് മോഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. രക്തം കലർന്നിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള മോഷൻ, ഇത് നമ്മൾ കുറച്ച് ഗൗരവത്തോടെ എടുക്കണം. ഇത് ചിലപ്പോൾ അലർജി കൊണ്ടാവാം, അല്ലെങ്കിൽ അമ്മയുടെ നിപ്പിൾസ് ക്രാക്ഡ് ആയിട്ടുള്ളത് കൊണ്ടാവാം, ബേബിയുടെ കുടലിൽ എവിടെയെങ്കിലും പൊട്ടലുണ്ടെങ്കിലും ആവാം. ഇനി ബേബിയുടെ മോഷൻ പാസ് ചെയ്യുന്ന ഭാഗത്ത് പൊട്ടലുണ്ടെങ്കിൽ പോലും ഇതുപോലെ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്റ്റൂള് കാണാറുണ്ട്. ഇത് ഒന്നിലധികം തവണ കാണുവാണെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതൊന്ന് പീഡിയാട്രിഷനെ കാണിക്കുന്നത് നല്ലത്. വെള്ള നിറത്തിലോ ചാര നിറത്തിലോ മോഷൻ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പീഡിയാട്രിഷനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിന്റെ ലിവർ ഇഷ്യൂസ് വരെ ആയിരിക്കാം അതിന് കാരണം. അതുപോലെ മോഷനിൽ കഫം മ്യൂക്കസ് കാണുവാണെങ്കിൽ ചില കുട്ടികൾ ടീത്തിങ്ങിന്റെ സമയത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില കുട്ടികൾക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടാവാറുണ്ട്. അത് ഒന്നിലധികം തവണ വരുവാണെങ്കിലും പീഡിയാട്രിഷനെ കാണിക്കണം. അമ്മയാവുന്നതിന് മുന്നേ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലല്ലേ നിങ്ങൾ കുഞ്ഞിന്റെ ഉറക്കം, വെയിറ്റ്, പാല് കുടിക്കല്, അപ്പിയുടെ നിറം, ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു വിദഗ്ധയായി മാറുന്നു.